ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് യൂട്യൂബേഴ്സ്, ദീപ്തി സീതത്തോട്, സിലു ടോക്സ്, രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും വന്ന് അവരുടെ സങ്കടം കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതേപടി, ഈ ദീപ്തി ആണെങ്കിലും സിലു ആണെങ്കിലും അതേപടി അത് വിശ്വസിക്കുന്നു. എന്നിട്ട് അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കുന്നു. എന്നിട്ട് സഹായം ചെയ്തു കഴിഞ്ഞ ആളുകളുടെ അടുത്ത് നല്ല ഒന്നാന്തരം 8ന്റെ പണി വാങ്ങി വയ്ക്കുന്നു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കിട്ടിയ 8ന്റെ പണിയെ കുറിച്ച് അവർ രണ്ടുപേരും ഒരേ ദിവസം വീഡിയോ ഇട്ടിരുന്നു. സിലു ടോക്സ് ഇട്ടിരുന്നു, ദീപ്തി സീതത്തോട് ഇട്ടിരുന്നു. അപ്പൊ ദീപ്തിക്ക് കിട്ടിയ പണിയെ കുറിച്ച് പറയാം. ദീപ്തി ഒരുപാട് പേരെ ഇങ്ങനെ സഹായിക്കാറുണ്ട്, നമ്മൾ അവരുടെ ചാനലിലൂടെ കാണാറുമുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ അവർ ആദിവാസി കുട്ടിയെ വളർത്താൻ വേണ്ടി കൊണ്ടുവരുന്നു. അപ്പൊ അതിൽ കുറെ നിയമ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവര് പിന്നീട് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനുശേഷം ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ഫാമിലി അടക്കം, ആ കുട്ടിയുടെ അമ്മ അജിത, അവരുടെ ബാക്കിയുള്ള കുട്ടികൾ, അവർക്ക് 4 കുട്ടികളൊക്കെ ഉണ്ട്, അവരെ എല്ലാവരെയും ഏറ്റെടുത്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ദീപ്തി താമസിപ്പിക്കുന്നു. എന്നിട്ട് അജിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നു, വീട് വെക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം കയ്യിലെ കാശ് കൊടുത്തിട്ടെന്ന് വേണമെങ്കിൽ പറയാം. സ്ഥലം വാങ്ങുന്നു, അങ്ങനെയെല്ലാം ചെയ്ത് സഹായിക്കാൻ വേണ്ടി റെഡിയാവുന്നു. ഈ അജിതയുടെ അടുത്ത് നിന്ന് കിട്ടിയ പണിയെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ അജിതയെ സഹായിക്കാൻ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും, അല്ലെങ്കിൽ അജിതയുടെ ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത് എല്ലാ ഇത് കാണുന്ന വ്യൂവേഴ്സും അതിന്റെ അടിയിൽ പോയിട്ട് അയ്യോ അജിത എന്തൊരു പാവം, അജിതയെ സഹായിക്കൂ, അജിതയെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യൂ ദീപ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരഞ്ഞു വിളിച്ചിരുന്ന ആളുകള് ഈ ദീപ്തി പോയിട്ട് അജിതയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ദീപ്തി അജിതയെ കാണിച്ചപ്പോൾ അജിതയുടെ പെരുമാറ്റം ഈ ഓഡിയൻസ് പ്രതീക്ഷിച്ച പോലെ അടിമയെ പോലെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല. അതോടുകൂടെ ഈ ദീപ്തിയുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെല്ലാവരും ഈ അജിതയ്ക്കെതിരെ തിരിഞ്ഞു. നിങ്ങൾ എന്തിനാണ് ദീപ്തി അജിതയെ കൊണ്ടുവന്നത്, അജിതയെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സ് മുഴുവൻ നെഗറ്റീവ് കമന്റുകളായി. ഇതേപോലെ മുൻപ് ദീപ്തി ഒരു ഫാമിലിനെ സ്വന്തം വീട്ടിൽ ഇതേപോലെ സങ്കടം കണ്ട് കരച്ചിൽ കണ്ട് വിഷമിച്ച് അവരെ ഒന്നിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. ആ ഫാമിലിയുടെ അടുത്ത് നിന്നാണ് ദീപ്തിക്ക് ഒരു പണി കിട്ടിയെന്ന് പറയുന്നു കമന്റ് ബോക്സിൽ. പക്ഷെ ദീപ്തി അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും ദീപ്തിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി, ആ ഫാമിലിയിലെ ഭാര്യ ദീപ്തിയോട് എനിക്ക് ഒരുപാട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് പൈസ വേണം, കുറച്ച് കടായിട്ട് തരുമോ ദീപ്തിയോട് ചോദിക്കുന്നു. ദീപ്തിയുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ദീപ്തിക്ക് വളരെ അറിയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഈ വ്യക്തിക്ക്, ഈ സ്ത്രീക്ക് ഈ പണം കൊടുക്കുന്നു, വലിയൊരു തുക കൊടുക്കുന്നു. ഈ പറഞ്ഞ സമയത്തൊന്നും ഈ സ്ത്രീ തിരിച്ചു തരുന്നില്ല. പക്ഷെ എന്ത് കിട്ടിയാലും പഠിക്കാത്ത ദീപ്തി വീണ്ടും ഈ സ്ത്രീ വന്നിട്ട് എന്തോ ഫംഗ്ഷന് പോവാനാണ്, എനിക്ക് സ്വർണ്ണമാലയൊന്നും ഇടാൻ തരുമോ ചോദിച്ചപ്പോൾ ദീപ്തിയുടെ കയ്യിൽ അധികം സ്വർണ്ണമൊന്നുമില്ല. എന്തായാലും ഉള്ളതെന്നൊരു മാല എടുത്തിട്ട് ദീപ്തി ആ സ്ത്രീക്ക് ഇടാൻ വേണ്ടി കൊടുക്കുന്നു. കുറെ ദിവസം കഴിഞ്ഞിട്ട് ഈ മാലയുടെ അഡ്രസ്സും ഇല്ല, വാങ്ങിയ പണത്തിന്റെ അഡ്രസ്സും ഇല്ല. അന്വേഷിച്ചപ്പോൾ ഈ സ്ത്രീ പിന്നീട് ഫോൺ എടുക്കാതെ ആവുന്നു. ആ മാല പണയം വിൽക്കുക എന്തോന്ന് ചെയ്തിരിക്കുന്നു. എന്തായാലും ദീപ്തി പണം വാങ്ങിക്കൊടുത്ത വ്യക്തി ദീപ്തിയോട് നിരന്തരം പണം ആവശ്യപ്പെട്ടപ്പോൾ എവിടുന്നോ പലിശയ്ക്ക് പണം എടുത്തിട്ട് ദീപ്തി ഈ വ്യക്തിക്ക് പണം കൊടുക്കുന്നു. ഈ വാങ്ങിയ വ്യക്തി, ഈ ഫാമിലി ദീപ്തിക്ക് പൈസ കൊടുക്കുന്നില്ല. ദീപ്തി മെസ്സേജ് അയക്കുന്നു, ഫോൺ വിളിക്കുന്നു, അതൊന്നും അവർ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. വാട്സാപ്പിലൊക്കെ അയക്കുന്ന മെസ്സേജുകൾ അവര് തുറന്നു നോക്കുന്നു പോലുമില്ല. എന്നാൽ അവർ വാട്സാപ്പിൽ വളരെ ആക്റ്റീവ് ആണെന്ന് ദീപ്തിക്ക് അറിയാം. എന്തായാലും ഒരു ദിവസം സഹി കെട്ടിട്ട് ദീപ്തി ഒരിക്കൽ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് ഫോൺ എടുത്തിട്ട് ഈ വ്യക്തിക്ക്, ഈ വൈഫിന് ഫോൺ കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ ഫോൺ കട്ടായിട്ടുണ്ടായിരുന്നില്ല. വൈഫ് അവിടെ ഇരുന്നിട്ട് എനിക്ക് അവരോട് ഒന്നും സംസാരിക്കാനും ഇല്ല, പറയാനും ഇല്ല എന്ന് വളരെ ദേഷ്യത്തോടു കൂടെ പറയുന്നത് ദീപ്തി ഫോണിലൂടെ കേൾക്കുന്നു. ദീപ്തിക്ക് വളരെ വിഷമാവുന്നു. ദീപ്തി ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ പൈസ ഞാൻ എങ്ങനെ തിരിച്ചു വാങ്ങും എന്നൊക്കെ വിഷമിച്ച് അവരെ വീട്ടിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും ദീപ്തി വളരെ സഹതാപത്തോടു കൂടെ ചിന്തിക്കുകയാണ്. വീട്ടിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അവരുടെ മക്കളൊക്കെ ഇത് കാണില്ലേ, അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഇത് കാണില്ലേ, അത് വളരെ അവർക്ക് നാണക്കേടാവില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് ദീപ്തി വളരെ വിഷമത്തോടു കൂടെ ഒരു വീഡിയോ. ഇതേപോലെ ഒരു പണി ഈ സിലു ടോക്സ് എന്ന് പറയുന്ന വ്യക്തിക്കും കിട്ടി. എല്ലാവർക്കും അറിയുണ്ടാവും ഈ സിലു ടോക്സിന്. അവർ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, 10 ലക്ഷത്തിൽ മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയൊരു യൂട്യൂബ് ചാനലാണ്. അവർക്ക് കുറെ കുട്ടികൾ, അവരുടെ ഹസ്ബൻഡ് 5 കുട്ടികൾ അവർക്കുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ത്രീയാണ്. ഈ വിവാഹത്തിന് ശേഷം പഠിക്കാൻ പോകുന്നതും ബിസിനസ് ചെയ്യുന്നതും ചാരിറ്റി ചെയ്യുന്നതുമായിട്ടുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അവരും ഇതേപോലൊരു അബദ്ധത്തിൽ പോയി പെട്ടു. അവർ സ്ഥിരമായിട്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ പണം ഈ യൂട്യൂബ് ചാനലിലൂടെ ഓരോ ആളുകളുടെ കഷ്ടം കാണിച്ചിട്ട് പൈസ വാങ്ങിയിട്ട് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊക്കെ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കുറെ മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഒരു സ്ത്രീ അവരെ ഫോൺ ചെയ്തിട്ട് ഷാഫി പറമ്പിൽ MLA ഫോൺ നമ്പർ അന്വേഷിച്ചു. അപ്പൊ ഈ കഥയിലെ വേർഷൻ ആ സ്ത്രീയുടെയും ഇവരുടെയും കൂടെയാണ്. ഈ സ്ത്രീ എന്ന് പറയുന്നത്, ഈ വിളിച്ച സ്ത്രീ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന സ്ത്രീ തന്നെയാണ്. റിഷ എന്ന് പറയുന്ന, റിഷ മൊയ്തു ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ അവർക്കുണ്ട്. അവരും യൂട്യൂബിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു വുമൺ തന്നെയാണ്. അവര് വിളിക്കുന്നു, ഷാഫി പറമ്പിൽ
MLA-യുടെ നമ്പർ ചോദിക്കുന്നു. അപ്പോൾ സിലു അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ വീട് ജപ്തിയാവാൻ നിൽക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് അതിന് വേണ്ടിയിട്ട് ആണ് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ സിലു പറയുന്നുണ്ട് ഞാൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ എൻ്റെ ചാനലിലൂടെ നിങ്ങളുടെ കുറിച്ചുള്ള വീഡിയോ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ജപ്തി നടപടി കഴിഞ്ഞു എന്ന് തോന്നുന്നു, അവർക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വീട് അവർ വിൽക്കുക എന്തോ ചെയ്തു തോന്നുന്നു, അപ്പോൾ അങ്ങനെ ഒരു സഹായം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ആ സ്ത്രീ അതിന് തയ്യാറാവുന്നു. അങ്ങനെ സിലു അവരുടെ ചാനലിലൂടെ ഒരു വീഡിയോ ഇടുന്നു, ഈ സ്ത്രീയുടെ കഷ്ടമൊക്കെ കാണിച്ചുകൊണ്ട്. ആ സ്ത്രീക്ക് എന്തോ 6 മക്കള് അങ്ങനെയൊക്കെ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പക്ഷെ 6 മക്കള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, കടം, വീട് നഷ്ടപ്പെട്ടു, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നു. അങ്ങനെ ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ ഈ സ്ത്രീയെ സഹായിക്കുന്നതിന് വേണ്ടി പണം അയക്കുന്നു. അങ്ങനെ ഏകദേശം 10 ലക്ഷം രൂപയോളം ഈ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, ഇവരുടെ ചാരിറ്റി അക്കൗണ്ടിലേക്ക് വരുന്നു. ആ സമയത്ത് ഈ സിലുവിനെ വളരെ ഇവിടുത്തെ ഏതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു ബ്രാൻഡൊക്കെ നടത്തുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ എന്തോ പറഞ്ഞ ഒരാള് വിളിക്കുന്നു. അപ്പോൾ അവര് ഈ സ്ത്രീയുടെ വിഷമമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണെന്ന് സിലുവിനോട് പറയുന്നു. സിലു വളരെ ഹാപ്പി ആവുന്നു. അപ്പോൾ ഇവര് വീട് വെച്ച് കൊടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നതാണ്, പാവപ്പെട്ട ആളുകൾക്കൊക്കെ വീട് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ ഈ തോന്നിയ പോലെ കുറേ വലിയ വീട് വെച്ച് കൊടുക്കുക അങ്ങനെയൊന്നല്ല ചെയ്യുക, അവർ കൃത്യമായിട്ടുള്ള ഒരു അളവിലുള്ള വീടുകളാണ് വെച്ച് കൊടുക്കാറ്. അപ്പോൾ സിലുവിനോട് പറയുന്നു നിങ്ങളൊരു 3 സെന്റ് സ്ഥലം വാങ്ങൂ, ഞങ്ങൾ ഒരു 650 സ്ക്വയർ ഫീറ്റുള്ള വീട് വളരെ പെർഫെക്റ്റ് ആയിട്ട് വെച്ച് തരാം, ടൈലിട്ട വീടാണ്, ടെറസിന്റെ വീടായിരിക്കും, 2 ബെഡ്റൂമും കിച്ചണും ഒക്കെ ഉള്ള വീടായിരിക്കും, അപ്പോൾ അങ്ങനെ ഒരു വീട് വെച്ച് തരാൻ ഞങ്ങൾ തയ്യാറാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി സ്ഥലം വാങ്ങൂ എന്ന് പറയുന്നു. അപ്പോൾ സിലു വളരെ ഹാപ്പി ആയിട്ട് ഈ സ്ത്രീനെ, റിഷ എന്ന് പറയുന്ന ഈ സ്ത്രീയെ വിളിച്ചിട്ട്, യൂട്യൂബറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അവര് ഇത് കേട്ടപ്പോൾ അവരുടെ പല ബന്ധുക്കളും അവരോട് എന്തിനാണ് ഇങ്ങനെ ചാരിറ്റി വഴിയുള്ള ഇങ്ങനത്തെ ചെറിയ വീടൊക്കെ വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട്, നമ്മളെ കഷ്ടത്തിൽ സഹായിക്കാൻ ആരില്ലെങ്കിലും നമുക്ക് നമ്മളുടെ ആ കഷ്ടം മാറി നല്ലത് വരും തോന്നുന്ന സമയത്ത് നമ്മളെ കുഴിയിൽ ചാടിക്കാൻ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും. ആ തരത്തിൽപ്പെട്ട ഏതോ ഒരു ബന്ധു ഒരുപാട് ഇവരെ കൺവിൻസ് ചെയ്തിട്ട് ഇവര് ഈ സിലുവിനോട് പറയുന്നു ഞങ്ങൾക്ക് ആ വീട് വേണ്ട എന്ന് പറയുന്നു. സിലുവിനെ അവർ വിളിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് സിലു പറയുന്നുണ്ട്. ആ ഏതൊരു റിലേറ്റീവ്, ഈ വ്യക്തിയുടെ റിഷയുടെ റിലേറ്റീവ് വിളിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും സിലുവിന് ഭയങ്കര വിഷമായി. പിന്നെ സിലുവിന് തോന്നിയെന്ന് തോന്നുന്നു ഈ സഹായം കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തോന്നിയെന്ന് തോന്നുന്നു. എന്തായാലും ഈ വ്യക്തിയുടെ പേരിൽ പിടിച്ചെടുത്ത പണമാണല്ലോ, അപ്പൊ ആ പൈസ 10 ലക്ഷം രൂപ മക്കളുടെ പേരിൽ ബാങ്കിൽ ഇട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സിലു എത്തുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ പൈസ പിന്നീട് ഈ കുട്ടികൾക്കൊക്കെ പ്രായപൂർത്തിയായ ശേഷമല്ലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചിട്ടാണോ എന്നറിയില്ല, ഈ റിഷ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾക്ക് ഒരു പഴയ വീട് വാങ്ങി തന്നാൽ മതി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ തന്നെ കണ്ടെത്തിയ ഒരു വീട്, അപ്പൊ അവർ പറയുന്നുണ്ട് ഞങ്ങളെ വിറ്റ വീട് തിരിച്ചു വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരുപാട് പണമാവും, അത്രയും പണം ഇല്ല, അതുകൊണ്ട് നിങ്ങൾ വേറൊരു വീട് കണ്ടെത്തുകയാണെങ്കിൽ വാങ്ങിത്തരാം എന്ന് പറയുന്നു. അങ്ങനെ ഇവര് തന്നെ, ഈ റിഷ എന്ന് പറയുന്ന വ്യക്തി തന്നെ പോയിട്ടൊരു വീട് കണ്ടെത്തുന്നു. ആ വീട് സിലു അവർക്ക് വാങ്ങി കൊടുക്കുന്നു. ആ വീട് വാങ്ങി ഇപ്പൊ കുറച്ചു കാലമൊക്കെ കഴിഞ്ഞു പോയി. ആ സ്ത്രീ, ഈ റിഷ എന്ന് പറയുന്ന വ്ളോഗർ, പിന്നീട് എന്തൊക്കെയോ ലേഹ്യമൊക്കെ ഉണ്ടാക്കുന്ന ബിസിനസ്സിക്കൊക്കെ തിരിഞ്ഞ് കുറച്ചൊക്കെ പച്ച പിടിച്ചു വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പൊ അടുത്ത ദിവസം ഈ റിഷ അവരുടെ ചാനലിലൂടെ ഒരു വീഡിയോ ഇട്ടു. അവർക്ക് ഈ സിലു വാങ്ങിക്കൊടുത്ത വീട്, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നമല്ല, അതിന്റെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞൊഴുകുന്നു, അടുത്ത വീട്ടിലേക്ക് ഒഴുകുന്നു, അവർ പ്രശ്നം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീട് തൽക്കാലം മാറേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ചെയ്യുന്നു, ഒരു വലിയ വീഡിയോ. ആ സെപ്റ്റി ടാങ്കിന്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നു. അവര് ഈ വിഷയം ഉണ്ടായപ്പോൾ, സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് ലീക്കായി വിഷയം ഉണ്ടായ സമയത്ത് അവർ ആ വീട് വിറ്റ ഓണറിനെ വിളിച്ച് ചോദിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മളൊരു വീട് വാങ്ങുമ്പോൾ സെപ്റ്റി ടാങ്ക് നിറഞ്ഞിരിക്കുകയാണോ, അല്ലെങ്കിൽ ഇത് അങ്ങനെയൊന്നും ആരും പരിശോധിച്ചിട്ടല്ല ഒരിക്കലും, സെപ്റ്റി ടാങ്കിന്റെ കാര്യം നമ്മൾ ഒരിക്കലും പരിശോധിച്ചിട്ടല്ല വീട് വാങ്ങാറ്. നമ്മൾ ചോദിക്കും ഇതിന്റെ സെപ്റ്റി ടാങ്ക് എവിടെയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അത് ഇന്ന രീതിയിലാണോ ഉണ്ടാക്കിയിരിക്കണേന്നൊക്കെ ഒരു പക്ഷേ ചോദിക്കുകയായിരിക്കും, അല്ലാതെ ഇത് നിറഞ്ഞോ നിറഞ്ഞില്ലേ ഇതൊന്നും നോക്കിയിട്ടല്ല ആരും വീട് വാങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവര് പറയുന്നത് ഇത് നിറഞ്ഞു, അപ്പോൾ ഞങ്ങൾ 9 ആളുണ്ടല്ലോ, ആദ്യം ആ ഓണർ ഒറ്റ സ്ത്രീ, ഒരു താത്ത മാത്രമായിരുന്നു, അപ്പൊ അതുകൊണ്ട് അത് നിറഞ്ഞില്ല, ഞങ്ങൾ ഇത്രയും ആൾ ഉപയോഗിച്ചപ്പോൾ അത് നിറഞ്ഞു ഒക്കെ വളരെ എളിമയോട് കൂടിയൊക്കെയാണ് പറയുന്നത്. എന്തായാലും അവരത് വാടകയ്ക്ക് മാറുകയാണ്, എന്നിട്ട് ഇത് നന്നാക്കണമെങ്കിൽ വാടകയ്ക്ക് മാറണം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. ഈ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അവരുടെ വീഡിയോയിൽ അടിയിൽ വരാൻ തുടങ്ങി. സിലുവിന്റെ വീഡിയോന്റെ അടിയിൽ പോയിട്ടും ആളുകൾ നെഗറ്റീവ് കമന്റുകൾ ഇടാൻ തുടങ്ങി. നിങ്ങൾ വീട് വാങ്ങിക്കൊടുക്കുമ്പോൾ നോക്കി വാങ്ങണ്ടേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വളരെ മോശം കമന്റുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ കുറെ ആളുകൾ അയ്യോ ഇത്ത എന്തൊരു പാവാണ്, ഇത്തയ്ക്ക് ആരെങ്കിലും ഒരു വളരെ നിഷ്കളങ്കമായ കമന്റ് ഒക്കെ ഞാൻ കണ്ടു, ഇവിടെ എത്ര പണക്കാരുണ്ട്, ഈ ഇത്തയ്ക്കൊരു വീട് വെച്ച് കൊടുത്തൂടെ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമന്റുകൾ അതിന്റെ ഇടയിൽ വന്നു തുടങ്ങി. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ സിലുവിനെ കുറിച്ചും വന്നു, ആ വീട് വിറ്റ വ്യക്തിയെ കുറിച്ചും വന്നു. ആ വീട് വിറ്റ വ്യക്തി ഒരു പാവപ്പെട്ട ഒരു താത്തയാണ്, അവർക്ക് വേറെ ആരും ഇല്ല തോന്നുന്നു, അവരാണ് ആ വീട് കൊടുത്തത്, അവർ
അവരെ കുറിച്ചും വളരെ നെഗറ്റീവ് കമന്റുകൾ വന്നു. അങ്ങനെ വന്ന സമയത്ത് ഈ സിലു ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അപ്പൊ സിലു പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോ വീട് നോക്കുമ്പോൾ അവരുടെ സിലുവിന്റെ വീടിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. സിലുവും ഇതേപോലെ ഒരു വീട് വാങ്ങിയതാണ്. അപ്പൊ അതിനും സെപ്റ്റി ടാങ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് അവരത് നന്നാക്കിയെടുത്തു. അതേപോലെ തന്നെ ഇവർക്ക് ചെയ്താൽ പോരെ, ഇവരത് വീഡിയോ ചെയ്തിട്ട് അത്രയൊരു വിഷയമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് 15,000 രൂപ അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. ഈ റിഷ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത വീഡിയോ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ, അവർക്ക് ഇനിയും ഒരു സഹായം നേടണം എന്നുള്ള രീതിയിലൊക്കെ അത് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സീലും ഇനി ഞാൻ 15,000 രൂപ കൊടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്തായാലും അതിന് ശേഷം ഈ റിഷ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു പ്രാദേശികമായ ഭാഷ, ഒരു മലപ്പുറമാണ്, അപ്പോൾ വളരെ പ്രാദേശികമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അവർ വളരെ ഈ സിലുവിനെ കുറിച്ച് പറയുന്നത്, സിലു ഈ വീട് വാങ്ങിക്കൊടുത്ത സമയത്ത് അവർ പറഞ്ഞിരുന്നത് അവര് പിന്നെ സിലു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഓള് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓൾ അങ്ങനെ പറഞ്ഞു, ഓള് വീഡിയോ ചെയ്തു. അപ്പോൾ ഒരുമാതിരി സിലുവിനെ കുത്തി പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ അവരതിൽ പറയുന്നുണ്ട്. ഞാൻ ഫാമിലി ഇഷ്യൂസ് ഒന്നും വന്ന് ഈ ചാനലിലൂടെ ഒരിക്കലും പറയാറില്ല, അങ്ങനത്തെ ചണ്ടിത്തരൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ സിലുവിനെ കുറിച്ച് പൊതുവെയുള്ള അലിഗേഷനാണ് ഭർത്താവിനെ കുറിച്ചും അല്ലെങ്കിൽ ബന്ധുക്കളെ കുറിച്ചും ഒക്കെയുള്ള കുറ്റങ്ങൾ ചാനലിലൂടെ പറയുന്നുള്ളത്. അവർ വളരെ അവരുടെ ജീവിതം വെച്ച് സംസാരിക്കുന്ന ഒരാളാണ്. സിലുവിനെ കുറിച്ച് അങ്ങനത്തെ ഒരു മോശം പറയാനില്ല. കാരണം അവർ ആ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവർ മുന്നോട്ട് വരാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവർ ഈ 5 കുട്ടികളെ നോക്കി, ഹസ്ബൻഡ് കൃത്യമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് തകരുന്നു, ഇവരുടെ സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു വശം ഉണ്ടായിരിക്കും. കാരണം പെൺകുട്ടികൾ ഒരിക്കലും വിവാഹം എന്ന് പറയുന്നത് വലുതായിട്ട് കാണരുത്, നിങ്ങൾ പഠനം പൂർത്തിയാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും അവരുടെ ചാനലിലൂടെ അവർ പറയാറുണ്ട്. അതിനവർക്ക് അവരുടെ ഭാഗത്തു നിന്ന്, അവരുടെ ബന്ധുക്കളുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്തു നിന്നോ അവർക്ക് ഒരുപാട് നെഗറ്റീവ് കിട്ടാറുണ്ട്. നിങ്ങൾ എന്തിനാ വീട്ടിലത്തെ കാര്യങ്ങൾ വന്ന് പറയണേ, നിങ്ങൾ ഇത് പറഞ്ഞ് ബാക്കിയുള്ള കുട്ടികളും കൂടെ ഡൈവോഴ്സ് ചെയ്യുന്നൊക്കെയുള്ള പോലത്തെ അവർക്ക് ഒരുപാട് നെഗറ്റീവ് ഒക്കെ കിട്ടാറുണ്ട്. അതേ രീതിയിൽ പറയുന്ന പോലെ ഈ റിഷ വീഡിയോയിലൂടെ ഓൾ ഇങ്ങനെയൊക്കെ പറയും, അല്ല ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ചോ ബന്ധുക്കളെ കുറിച്ചോ മോശം പറയാൻ എനിക്ക് താല്പര്യമില്ല, അതൊക്കെ ഈ ബന്ധുക്കളെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചൊക്കെ ചാനലിലൂടെ വന്ന് പറയുന്നത് ചണ്ടിത്തരമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അത് സിലുവിനൊട്ട് കുത്തുന്ന പോലെയും ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ സിലുവിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ഓൾ എന്തിനാ ഈ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ചാനലിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം, അത് എപ്പോഴും നമ്മൾ നമ്മളൊരു പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു സഹായം വാങ്ങുമ്പോൾ ആ ജനങ്ങളെ എപ്പോഴും നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരെപ്പോഴും നോക്കി ഞങ്ങളെ കാശ് വാങ്ങിയിട്ടുള്ള വീട് വെച്ചതല്ലേ അങ്ങനെ ചിന്തിക്കും. അല്ലെങ്കിൽ ഞങ്ങളെ സഹായം കൊണ്ടല്ലേ അവളങ്ങനെ ജീവിക്കുന്നത്, പിന്നെ അവളെന്താ ഇത്ര നെകളിക്കാൻ, അങ്ങനെയൊക്കെ എപ്പോഴും ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ റിഷ പറയുന്നുണ്ട്, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ്, ഒരാളെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഒരു സാധനവും കൈ നീട്ടി വാങ്ങില്ല. അത് നല്ല സെൽഫ് റെസ്പെക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷെ അവർക്കത് ഈ വീട് വാങ്ങുന്നതിന് മുൻപ് ചിന്തിക്കായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ഒരു വട്ടം ചിന്തിക്കായിരുന്നു, ഞാൻ എന്തിനാണ് ഈ വീട് കൈനീട്ടി വാങ്ങുന്നത്, ഞങ്ങളുടെ വീട് കടം കയറിയിട്ട് ഞങ്ങൾ കൊടുത്തു, ഓക്കെ ഞങ്ങൾക്കൊരു വാടക വീട്ടിലേക്ക് മാറാം, ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാം, ഒരു വാടക 5,000 രൂപ അല്ലെങ്കിൽ 2,500 3,000 രൂപ ഒറ്റമുറി വീട്ടിൽ താമസിച്ചാലും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാം എന്നവർ ചിന്തിച്ചില്ല. അവരപ്പോഴും കൈനീട്ടി വാങ്ങുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അന്ന് അവരുടെ കഷ്ടപ്പാട് കൊണ്ട് അവർ വാങ്ങി എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇവിടെ എത്രയോ മനുഷ്യന്മാർ ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അവർ ആരുടെ അടുത്ത് പോയി കൈനീട്ടിയിട്ടല്ല ജീവിക്കുന്നത്, അവർ ഓരോ ദിവസവും അധ്വാനിച്ച് വാടക കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ തന്നെയാണ്. ഇപ്പോൾ ഇവർ ഈ സെപ്റ്റി ടാങ്ക് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ വീടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറുന്നു. നമ്മളുടെ അധ്വാനം കൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു വീടാണെങ്കിൽ സെപ്റ്റി ടാങ്ക് കംപ്ലൈന്റ് ആണെങ്കിൽ അത് എങ്ങനെ പെട്ടെന്ന് നന്നാക്കാം എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ ആ കുറച്ച് ദിവസം അത് നന്നാക്കാൻ ഒരാഴ്ച സമയം എടുക്കും. ആ ഒരാഴ്ച സമയം നമ്മളൊരു ബന്ധുവിന്റെ വീട്ടിലേക്കോ സ്വന്തക്കാരെ വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കോ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കും. എന്നിട്ട് ആ സെപ്റ്റി ടാങ്ക് നന്നാക്കാം എന്ന് വിചാരിക്കും. അല്ലാതെ നമ്മൾ 25,000 രൂപയോ 50,000 രൂപയോ അഡ്വാൻസ് കൊടുത്ത് ഒരു വീടെടുത്ത് ആ വീട്ടിൽ മാസങ്ങളോളം 5,000 രൂപ വാടക 5,000 10,000 വാടക കൊടുത്ത് താമസിച്ചിട്ട് ഈ വീട്ടിലെ സെപ്റ്റി ടാങ്ക് നന്നാക്കാൻ ഒരിക്കലും ഒരു വ്യക്തി സ്വന്തം വീടാണെങ്കിൽ തയ്യാറാവില്ല എന്ന് തന്നെ പറയാനുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ മിനിമം വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ നമ്മളെക്കുറിച്ച് എല്ലാവരോടും പാടി പുകഴ്ത്തി നടക്കണം എന്നുള്ളതല്ല. എന്നാലും അവർ നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്ത കാര്യം അവരുടെ ലൈഫിൽ അവർക്ക് സന്തോഷം തരുന്നു എന്നുള്ളത് കാണുന്നത് നമുക്ക് വളരെ സന്തോഷമായിരിക്കും. ഇപ്പം ഈ സിലുവിനോടാണെങ്കിലും പറയാനുള്ളത് അല്ലെങ്കിൽ ദീപ്തിയോടാണെങ്കിലും പറയാനുള്ളത്, നമ്മൾ എപ്പോഴും വേറുള്ളവരുടെ സങ്കടം കണ്ടിട്ട് വെറുതെ കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തിട്ടല്ല ഒരു വ്യക്തിയെയും സഹായിക്കേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള കയ്യും ആരോഗ്യവും ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അധ്വാനിച്ച് ജീവിക്കട്ടെ. അല്ലെങ്കിൽ അവർക്കൊരു ജോലി കിട്ടാനുള്ള വകയില്ല, ഒരു വരുമാന മാർഗം കാണാനുള്ള വക
പാകമില്ല വെച്ചാൽ അതിനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുക. അതാണ് ചാരിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ പറയാം തീരെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കിഡ്നി കംപ്ലൈൻ്റ് ഉള്ള, നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് ഒരു ഫാമിലിയിലെ കുട്ടികളൊക്കെ 3 കുട്ടികൾ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കുട്ടികൾ അങ്ങനത്തെയൊക്കെ കാണാറുണ്ട്. അവരെയൊക്കെ നമ്മൾ സഹായിക്കുന്നത് അത് ഓക്കെയാണ്. അല്ലാതെ ആരോഗ്യമുള്ളൊരു വ്യക്തി ഇത്രയും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന, ഇത്രയും സംസാരിക്കാൻ അറിയുന്ന ഒരു ചാനലൊക്കെ നടത്തുന്ന വ്യക്തിക്ക് കൊണ്ടുപോയിട്ട് വെറുതെ എടുത്തിട്ട് 10 ലക്ഷം രൂപ എടുത്തിട്ട് നീ വീട് വാങ്ങി സുഖമായിട്ട് താമസിക്കുക എന്ന് പറയുന്നതല്ല ചാരിറ്റി. അല്ലെങ്കിൽ സുഖമായിട്ട് നല്ല ബുദ്ധിയോടെ ചിന്തിക്കാനും പെരുമാറാനും കഴിയുന്ന വ്യക്തിയെ ഒന്നിച്ച് അവരുടെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിട്ട് 10 സെന്റ് സ്ഥലം വെറുതെ വാങ്ങി അവർക്ക് കണ്ട് കൊടുത്തിട്ട് വീടൊക്കെ വെച്ച് സുഖമായിട്ട് അവരെ താമസിപ്പിക്കാൻ സെറ്റിൽ ചെയ്യുന്നതല്ല ഒരിക്കലും ചാരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർക്ക് ഈ ചാരിറ്റി ചെയ്തത് വലിയ ഏതെങ്കിലും വ്യക്തികൾ, ഇപ്പോൾ ഈ കേരളത്തിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു വീട് ജപ്തിയാവുന്നു, അപ്പോൾ വലിയ ന്യൂസ് ആവുന്നു, ബാങ്കുകാരെ ജപ്തി ചെയ്യാൻ വരുന്നു, ഭയങ്കര ചാനലുകാരെയൊക്കെ വിളിച്ചു വരുത്തി ന്യൂസ് ആക്കുന്നു, ഗൃഹനാഥയും കൂടെ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നു, കുട്ടികളെ കൊണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ സുരേഷ് ഗോപിയോ യൂസഫ് അലിയോ പിന്നെ നമ്മളെ ബോബി ചെമ്മന്നൂരോ വരുന്നു, ഈ കടം വീട്ടുന്നു, എന്നിട്ട് ഇവർ സുഖമായിട്ട് താമസിക്കുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഈ യൂസഫ് അലിയുടെയൊക്കെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ബോബി ചെമ്മന്നൂരിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് അവർക്ക് ഒരു അൺലിമിറ്റഡ് കാശ്, ഒരു മനുഷ്യന് ജീവിക്കാൻ എത്രയായാലും ഒരു ലിമിറ്റഡ് കാശ് മതി. അപ്പോൾ അവരുടെ അടുത്തൊരു അൺലിമിറ്റഡ് കാശ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ ഇവരൊക്കെ ഈ ചാനലിലൂടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ചാരിറ്റി എന്നുള്ള പേരിൽ കാശ് വാങ്ങുമ്പോൾ അത് അയച്ചു കൊടുക്കുന്നത് അന്നത്തെ അന്നത്തിന് വരെ ബുദ്ധിമുട്ടുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ അവര് ഒരു ദിവസത്തെ വാടക അടുത്ത ദിവസത്തെ വാടക എങ്ങനെ അടയ്ക്കും എന്ന് ആലോചിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ അവരെ കയ്യിലുള്ള 10 രൂപയാണെങ്കിൽ 10 രൂപ ആ കഷ്ടപ്പാടിന്ന് എടുത്തു കൊടുത്തിട്ടായിരിക്കും ആ വീട് വാങ്ങിയിട്ടുണ്ടാവുക. അല്ലാതെ ഇപ്പോൾ ഈ ചാനലൊന്നും കാണുന്നത് വലിയ വലിയ കോടീശ്വരന്മാരിരുന്ന് കാണുന്നതൊന്നും ആയിരിക്കില്ല. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുള്ള സാധാരണ സ്ത്രീകളൊക്കെ കാണുന്ന ചാനലുകളാണ്. അപ്പോൾ അവരെ സഹായിച്ചിട്ടുള്ളതും അങ്ങനത്തെ ആളുകളായിരിക്കും. അപ്പോൾ ആ പണം കൊണ്ട് കിട്ടിയ ഒരു വീടിനെയൊന്നും ഒരു കുറ്റവും പറയാനുള്ള ഒരു അർഹത. അപ്പോൾ അവർ പറയുന്നത്, ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും എന്തിനാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട്. ആളുകൾ ചോദിക്കുകയായിരിക്കാം. പക്ഷെ ആളുകളോട് മാന്യമായിട്ട് അവർക്ക് വേണമെങ്കിൽ പറയാം, അതിൻ്റെ സെപ്റ്റി ടാങ്കിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, അപ്പോൾ അത് ഒന്ന് നന്നാക്കണം, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്, ഇത്രയും ആളുകൾക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കണ്ടേ, അങ്ങനെ പറഞ്ഞ് വളരെ മാന്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം അവർ വലിയൊരു വീഡിയോ ഇട്ടിട്ട് ഈ സഹായം സ്വീകരിച്ച് വാങ്ങിയ വീടിന് ഇത്രയും കുഴപ്പമുണ്ടെന്ന് കാണിക്കുന്ന പോലത്തെ ഒരു പ്രവൃത്തിയാണ് അവർ കാണിച്ചത് എന്നുള്ളതാണ്. ഈ ദീപ്തി ആണെങ്കിലും സിലു ആണെങ്കിലും ഒന്നും ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല. ഇനി അവരോട് വന്നിട്ട് ആരെങ്കിലും കരഞ്ഞ് വിളിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ വളരെ സില്ലി ആയിട്ട് അയ്യോ പാവെന്ന് വിചാരിച്ച് ഇതേപോലത്തെ ചാരിറ്റി ഇനിയും ചെയ്യുകയും ഇതേപോലത്തെ എട്ടിൻ്റെ പണികൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യും. എന്തായാലും നമ്മളൊരാളുടെ സഹായം സ്വീകരിക്കുമ്പോൾ മിനിമം അവരെ കരയിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യുക എന്നുള്ളതേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.